ഈ ആളുകളോട് എനിക്ക് പറയാനുള്ളത് ഒന്നാണ്, നിങ്ങൾ വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾ ആ 15 ലക്ഷം തിരിച്ചു വാങ്ങി സർക്കാരിന്റെ പദ്ധതിയിൽ ചേരുകയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സുരക്ഷിതം. ഇന്നലെ ലീഗിനെ സംബന്ധിച്ച് ഏറ്റവും അവർക്ക് അഭിമാനപൂർവ്വം ഓർക്കുന്ന, അവർ സ്മരിക്കുന്ന, അവരുടെ സന്തോഷത്തിൻ്റെ ദിവസമായിരിക്കും ഇന്നലെ. കാരണം വയനാട് അവരൊരു ഡ്രീം പ്രൊജക്റ്റ് അവർ മുന്നിൽ വെച്ചു. ഏകദേശം 51ഓളം വീടുകളിൽ അവർ വളരെ വൃത്തിക്കും വെടിപ്പിനും ആ ഒരു വീടുണ്ടാക്കി കൊടുത്തു. വീടുണ്ടാക്കി കൊടുത്തൊന്നുമല്ല, അവർക്കുള്ള ഫർണിച്ചർ ഉണ്ട്, അവർക്കുള്ള ആ എല്ലാവിധ ഫെസിലിറ്റി ഉണ്ട്, റോഡ് സൗകര്യങ്ങളുണ്ട്. അങ്ങനെ ആ വീടുണ്ടാക്കി വെച്ച് ഒരു എന്താ പറയുക, കുഞ്ഞാലിക്കുട്ടിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇത്തരത്തിൽ ദുരിതാശ്വാസ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വീടുകൾ നിർമ്മിക്കുന്ന സമയത്ത് അതിന് കൊടുക്കാൻ പറ്റുന്ന ഒരു ബെഞ്ച് മാർക്ക് തന്നെ പറയാം. അതുപോലുള്ള ഡ്രീം പ്രൊജക്റ്റാണ് സത്യത്തിൽ മുസ്ലിം ലീഗ് അവിടെ മുന്നോട്ട് വെച്ചത്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ തന്നെ നമ്മൾ ഈ ഒരു സമയത്ത് പേരെടുത്ത് പറയേണ്ട കുറേ ആളുകളുണ്ട്. ഒന്നാമത് തങ്ങളാണ്, അതോടൊപ്പം തന്നെ PK കുഞ്ഞാലിക്കുട്ടിയാണ്. ഒരുപാട് നിയമസഭയിലൊക്കെ PK കുഞ്ഞാലിക്കുട്ടി ദേഷ്യപ്പെടുന്നത് വളരെ റെയറായിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഈ 2-3 പ്രാവശ്യം ഞങ്ങൾ 7 മാസം ഞങ്ങൾ സഹകരിക്കാന്ന് പറഞ്ഞിട്ട് ഗവൺമെന്റിന്റെ പിന്നാലെ നടന്നു. സർ ഇപ്പൊ തിരിഞ്ഞിട്ടാണ് സർ, അവിടെ ചികിത്സാ സഹായം ഇല്ല, അവിടെ ആദിവാസികൾ അതുപോലെയുള്ള ആളുകൾ ഉൾപ്പെടെ പല ആളുകളും നരകിക്കാണ്. വീട്ടിലെ പശു പുല്ലൊന്നുമില്ല. സർ ഇങ്ങനെ പ്രസംഗിച്ചിട്ട് കാര്യമുണ്ടോ? സാർ അവർക്ക് വല്ലതും ചെയ്തു കൊടുക്കണം. ഗവൺമെന്റും അതിന്റെ മെഷീനറിയും മന്ത്രിസഭയും ഒക്കെ എന്ന് പറയുന്നത് നിയമം സാർ അതൊന്ന് മാറ്റാൻ തന്നെയാണ്. നിങ്ങൾ മനോഹരമായ ടൗൺഷിപ്പ് അതും പറഞ്ഞ് കാലം കഴിച്ചു. വയനാട്ടിലെ ഈ എസ്റ്റേറ്റ് ഭൂമി എടുക്കാൻ കഴിയില്ല എന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ലേ? എസ്റ്റേറ്റ് ഭൂമിക്ക് പോയിട്ടുണ്ടെങ്കിൽ പ്രോബ്ലമാണ്. ആദ്യം തന്നെ ബേസിക് ആയിട്ടുള്ള കാര്യം ഞാൻ കൂടുതൽ ഈ ഒരു പ്രൊജക്ട് ഗവൺമെന്റ് പലതവണ ഡിലേ ചെയ്തപ്പോൾ, പലതവണ പല കാരണങ്ങൾ പറഞ്ഞ് മുടക്കാൻ ശ്രമിച്ചപ്പോൾ അവർ ഇനി ഗവൺമെന്റിന്റെ ഒപ്പം നിന്നിട്ട് കാര്യമില്ല, അത് എഫക്റ്റീവായിട്ട് അത് നടപ്പിലാക്കാൻ കഴിയൂല എന്ന് മനസ്സിലാക്കി അവിടുന്ന് ഇറങ്ങിപ്പോന്ന് കുഞ്ഞാലിക്കുട്ടിയുടെ അതുപോലെ ആ ഒരു ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള പ്രവർത്തനമാണ് സത്യത്തിൽ കുഞ്ഞാലിക്കുട്ടിയുടെയും പാർട്ടിയുടെയും ദീർഘവീക്ഷണത്തോടുള്ള പ്രവർത്തനമാണ് ഇന്നൊരു 51 വീടുകളിലേക്ക് എല്ലാവിധ സൗകര്യങ്ങളോട് കൂടി അവർ താമസിക്കാൻ തുടങ്ങുകയാണ്. ആ സമയത്ത് PK ബഷീറിനെ പോലെയുള്ള നമ്മുടെ PK ഫിറോസിനെ പോലെയുള്ള ആൾക്കാരൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും മുൻനിരയിൽ നിന്നിരുന്നത്. അതോടൊപ്പം തന്നെ വയനാട് ജില്ലാ കമ്മിറ്റി അവർ വളരെ വൃത്തിക്കും വെടിപ്പും അവരുടെ ഡ്രീം പ്രൊജക്റ്റായിട്ട് ഇത് സമർപ്പിക്കണം എന്നുള്ള അവരുടെ ഒരു ആവശ്യം കൂടിയായിരുന്നു. അവരത് വൃത്തിക്കും വെടിപ്പിനും ചെയ്തു എന്നുള്ളതാണ് ഇന്നലെ അവിടെ നിന്നുള്ള വാർത്തകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു ഫാമിലിയിൽ 10ഉം 16ഉം ആൾക്കാരൊക്കെ മരണപ്പെട്ടു പോയി. ഇനി അവരെന്തിനാണ് ജീവിക്കുന്നത് എന്ന് തോന്നിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾ ഇനിയും ഇവിടെ ഞങ്ങളെല്ലാവരും കൂടെ ഉണ്ട് എന്നുള്ള കൃത്യമായ മെസ്സേജ് ലീഗിന് ഈ ഒരു ടൗൺഷിപ്പ് പ്രൊജക്റ്റുമായിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റി. മാത്രമല്ല ലീഗിനെ വിശ്വസിച്ചുകൊണ്ട് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഫണ്ടൊക്കെ പിരിച്ചിട്ടുണ്ട്. ഇപ്പോൾ കോൺഗ്രസ് പിരിച്ചിട്ടുണ്ട്, ഇതുവരെ കിട്ടിയ 5 കോടി രൂപയൊക്കെയാണെന്നാണ് പറയപ്പെടുന്നത്. അതിനു പുറമെ CPMR DYFI പിരിച്ചിട്ടുണ്ട്, അതുപോലെ പല പാർട്ടികളും പിരിച്ചിട്ടുണ്ട്. പക്ഷേ ഏറ്റവും അധികം ഒരു പാർട്ടി, രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് ഏറ്റവും അധികം ഫണ്ട് സ്വരൂപിക്കാൻ കഴിഞ്ഞത് മുസ്ലിം ലീഗിനായിരുന്നു. അറൗണ്ട് 150 കോടിയോളം രൂപ അവർ സമാഹരിച്ചു. അത് ആ ഒരു വിശ്വാസം അവർ കാത്ത് നല്ല വൃത്തിക്കും വെടിപ്പുള്ള വീട് അവർക്ക് കൊടുത്തു. ഈ ഒരു സമയത്ത് നമ്മൾ പറയേണ്ട കുറേ പേരുകളുണ്ട്. അതോടൊപ്പം തന്നെ ഇത് മുടക്കാൻ ശ്രമിച്ചിരുന്ന കുറേ ആൾക്കാരുടെ പേരും കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ പറയേണ്ടതാണ്. അതിൽ ഒന്നാമത്തെ ആൾ KT ജലീലാണ്. ഈ ആളുകളോട് എനിക്ക് പറയാനുള്ളത് ഒന്നാണ്, നിങ്ങൾ വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾ ആ 15 ലക്ഷം തിരിച്ചു വാങ്ങി സർക്കാരിന്റെ പദ്ധതിയിൽ ചേരുകയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സുരക്ഷിതം. ലീഗ് വീടുണ്ടാക്കി തന്നിട്ട് നിങ്ങളതിൽ താമസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ പൈസ തിരിച്ചു വാങ്ങി സർക്കാരിന്റെ പദ്ധതിയിൽ അവർ ചേരുകയാണ് വേണ്ടത്. തീർച്ചയായിട്ടും അത് പാർട്ടി ഉൾപ്പെടെയുള്ള അങ്ങനെ ആരെങ്കിലും മുന്നോട്ട് വന്നാൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും അതുപോലെ തന്നെ റവന്യൂ വകുപ്പ് മന്ത്രിയോടും ഈ കാര്യങ്ങൾ സംസാരിക്കാം. ലീഗ് അവിടെ സ്ഥലം വാങ്ങി വീടിനുള്ള ടൗൺ പ്ലാനിങ് നടത്തിയ അന്ന് മുതൽ തന്നെ ഈ ഒരു പ്രൊജക്റ്റ് നടക്കൂല, ഈ ഒരു പ്രൊജക്റ്റ് നിർത്തിവെച്ച് ആൾക്കാരൊക്കെ പൈസ തിരിച്ചു വാങ്ങി ഗവൺമെൻറ് പ്രൊജക്റ്റിൻ്റെ കൂടെയാണ് കയറേണ്ടത് എന്ന് പറഞ്ഞ് ഈ മുസ്ലിം ലീഗിൻ്റെ ടൗൺഷിപ്പും അതുപോലെ ഹൗസിംഗ് പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആക്ഷേപങ്ങൾ നിരന്തരമായി ഉന്നയിച്ച ഒരാളാണ് KT ജലീൽ. മാത്രമല്ല ഇപ്പോൾ കുറേ ആൾക്കാർ മുസ്ലിം ലീഗിനെ അനുമോദിച്ചും അഭിനന്ദിച്ചൊക്കെ സംസാരിക്കുന്ന കുറേ ആളുകൾ ഇത് തുടങ്ങുന്ന സമയത്ത് ഇത് മുടക്കാൻ ശ്രമിച്ചിരുന്ന ആൾക്കാരാണ് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ചാനലാണ് റിപ്പോർട്ടർ ചാനൽ. അവരെന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞു വരുത്തിയത്? അവിടെ സ്ഥലം വാങ്ങിയ സമയത്ത് ആ സ്ഥലത്തിന് തോട്ടഭൂമിയാണ്, തോട്ടഭൂമിയിൽ സ്ഥലം വാങ്ങാൻ ആരാ അധികാരം കൊടുത്തത്,
രജിസ്ട്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വിവാദങ്ങൾ, അങ്ങനെ തുടക്കം മുതലേ അത് മുടക്കാൻ ശ്രമിച്ച പ്രധാനപ്പെട്ട ആൾക്കാരാണ് ആൻഡോ അഗസ്റ്റിൻ, റിപ്പോർട്ടർ ചാനലിൻ്റെ പ്രധാനപ്പെട്ട മെയിൻ ടീം. പിന്നെ അതുപോലെ നമ്മുടെ അരുൺകുമാർ, ഇന്ന് BJP ഇട്ട് അരുൺകുമാറൊക്കെ മുസ്ലിം ലീഗിൻ്റെ ടൗൺഷിപ്പിനെ നന്നായി പുകഴ്ത്തുന്നുണ്ട്. പക്ഷെ അയാളൊക്കെ ആ തുടങ്ങുന്ന സമയത്ത്, അതിൻ്റെ ശിലാസ്ഥാപനം നടക്കുന്ന സമയത്തൊക്കെ മുടക്കാൻ ശ്രമിച്ചതിൻ്റെ ഉദാഹരണങ്ങൾ നിരവധിയാണ്. അപ്പോൾ അതൊന്നും ആളുകൾ മറന്നിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്താൻ കൂടിയാണ് ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം പറഞ്ഞത്. പിന്നെ നമ്മുടെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞ പോലെ ഇതൊരു ബെഞ്ച് മാർക്കാണ്. ഒരു ദുരിതാശ്വാസ പ്രവർത്തനം നടത്തുമ്പോൾ അതിൽ സ്വാഭാവികമായിട്ടും ഒരു കരുണയുടെ, സാന്ത്വനത്തിൻ്റെ സ്പർശം ആ പ്രവർത്തനത്തിലൊക്കെ ഉണ്ടാവണം. ഒരു വീടുണ്ടാക്കി അതിന് എല്ലാ സൗകര്യങ്ങളും ഉണ്ടോ എന്ന് കൂടി നോക്കാത്ത വീടുണ്ടാക്കി കൊടുത്ത് അവരെ ഒഴിവാക്കുന്ന സിറ്റുവേഷൻ ഉണ്ടാവരുത്. ഈ ഒരു ബെഞ്ച് മാർക്ക് വെച്ച് ഇതുപോലെ ഓരോ ടൗൺഷിപ്പ് പ്രൊജക്റ്റുകൾ വരുമ്പോൾ, അതുപോലെ ജനങ്ങളിലേക്ക് ദുരിതാശ്വാസ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഹൗസിംഗ് പ്രൊജക്റ്റുകൾ നടത്തുമ്പോൾ ഈ ഒരു മാതൃകയിൽ എല്ലാവിധ സൗകര്യങ്ങളോടുകൂടി ഉണ്ടാക്കാൻ ശ്രമിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. മാത്രമല്ല, ഇപ്പോൾ ഗവൺമെൻറ് ടൗൺഷിപ്പിൻ്റെ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് ആലോചിച്ച് നോക്കുമ്പോൾ അവിടെ ഇവിടെയും വിള്ളലുണ്ട്, ചില ചോർച്ചുണ്ട് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഇന്നും നിലനിൽക്കുകയാണ്. 28-ന് താക്കോൽദാനം കൊടുക്കുമെന്ന്, ഫെബ്രുവരി 28-ന് താക്കോൽദാനം കൊടുക്കുമെന്ന് മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ചപ്പോൾ 26-ന് ഗവൺമെൻറ്റിൻ്റെ താക്കോൽദാനം കൊടുക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് 26 നടന്നില്ല, മാർച്ചിന് നടന്നില്ല. അവസാനം നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞ വിഷുവിന് ആകുമ്പോഴേക്കും ഇത് അവർക്ക് ജനങ്ങൾക്ക് വീട്ടിൽ കയറി താമസിക്കാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നതെന്നാണ് പറഞ്ഞത്. താമസിക്കാനുള്ള സൗകര്യം ഒരുക്കണമെന്നും പറഞ്ഞു. വിഷുവിന് മുൻപ് താമസിക്കാനുള്ള സൗകര്യം ഒരുക്കണമെന്നും പറഞ്ഞു. വിഷുവിന് മുമ്പ് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായിട്ടും അവിടെ ആരും താമസിക്കാൻ പോകുന്ന സിറ്റുവേഷൻ ഇല്ല. എന്താ പറയുക, ഹൈ ഡിലേ വന്നിട്ടുണ്ട് ഈ കാര്യത്തിൽ. അത് നമ്മൾ വെറുതെ അവരെ ആക്ഷേപിക്കുന്നത് കൊണ്ടല്ല. നമ്മളിപ്പോൾ ഈ ഗവൺമെൻറ് പ്രൊജക്റ്റിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ആക്ഷേപം പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാർ വീട് വെച്ചിട്ടുണ്ടോ, നിങ്ങൾ വീട് വെച്ചിട്ട് എത്രയായി, നിങ്ങൾ പിരിച്ച പൈസ എവിടെ എന്നുള്ള ആ ഒരു ചോദ്യം മാത്രമാണ് ചോദിക്കുന്നത്. അല്ലെങ്കിൽ കിട്ടിയ ഇത് വാങ്ങിച്ച് പോയാൽ പോരെ. ഗവൺമെൻറ് വെച്ചുകൊടുക്കുന്നത് മറ്റേ കിറ്റ് തന്നിട്ട് വോട്ട് ചെയ്തില്ല എന്ന മണിയാശാൻ്റെ വർത്താനം പോലെയാണ്. ഇവരുടെ പാർട്ടി ഓഫീസിൽ നിന്ന് പൈസ എടുത്ത് പ്രൊജക്റ്റ് നടത്തുന്ന പോലെയാണ് ഇവരുടെയൊക്കെ പ്രതികരണം വരുന്നത്. അതായത് ഇലക്ഷൻ കഴിഞ്ഞുകൊണ്ട് ഇപ്പോൾ അതിലൊക്കെ കുറച്ച് കുറവ് വന്നിട്ടുണ്ട്. അപ്പോൾ സാധാരണ ഇതിൻ്റെ ഒരു മെക്കാനിസം പറഞ്ഞാൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് നമ്മുടെ നിലവിലുണ്ട്. ആ ആക്ടിൻ്റെ പ്രത്യേകത, നമ്മുടെ കേരളത്തിൽ എന്ത് നിയമം ഉണ്ടെങ്കിലും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ടിൽ ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു ആക്ട് നിലവിലുള്ളതുകൊണ്ട് അതിനൊക്കെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് ഇമ്മീഡിയറ്റ് എഫക്റ്റിൽ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നൊരു എഫക്റ്റീവായ ഒരു ആക്റ്റാണത്. പക്ഷെ അത് കൃത്യമായി നടപ്പിലാക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു ക്ലോസ് ആണ് റിഹാബിലിറ്റേഷൻ. അപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളും പരാധീനതകളും ഉണ്ടെങ്കിലും അത് റവന്യൂ മന്ത്രിക്കും അതുപോലെ മറ്റു തദ്ദേശ വകുപ്പിനൊക്കെ ഇടപെട്ടുകൊണ്ട് വളരെ പെട്ടെന്ന് ബോട്ടിൽ നെക്സൊക്കെ തീർത്ത് നടപ്പിലാക്കാൻ പറ്റുന്നൊരു പ്രൊജക്റ്റ് ഇപ്പോൾ 1 വർഷം കഴിഞ്ഞിട്ടും ആൾക്കാർക്ക് അതിൽ കയറി താമസിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. ഡെഫിനറ്റ്ലി 200-200ഓളം വീടുകൾ ഗവൺമെൻറ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അത് ശരിയാണ്, ഒരു വലിയ ടൗൺഷിപ്പാണ്, അതും ശരിയാണ്. സ്കൂളുകളും അവിടെ മറ്റ് അനുബന്ധ സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷെ ഇത്രയും ഡിലേ വരാൻ യാതൊരു കാരണവശാലും അത് അനുവദിക്കാൻ പറ്റുന്നതല്ല. കാരണം ഇവർ എല്ലാം നഷ്ടപ്പെട്ട്, സർവ്വം നഷ്ടപ്പെട്ട ആൾക്കാർ അവിടെ പല വീടുകളിലും അതുപോലെ വാടക വീടുകളിലൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ മുസ്ലിം ലീഗ് വളരെ കൃത്യമായിട്ട് ആളുകൾക്ക് ധനസഹായം കൊടുത്തിട്ടുണ്ട്. അതുപോലെ എല്ലാവിധ മരുന്ന് സൗകര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. പല ആൾക്കാരും വാടകപ്പേരിലായ സമയത്ത് അതിനുള്ള ഫെസിലിറ്റി അവർ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. വാഹനങ്ങൾ നഷ്ടപ്പെട്ടൊരു വാഹനം കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു സമ്പൂർണ്ണമായിട്ടും ഒരു മനുഷ്യന് അത്യാവശ്യമായി വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഏതായാലും അതുകൊണ്ട് ഇനി ഇത് ഫസ്റ്റ് ഭാഗം മാത്രമേ തീർന്നിട്ടുള്ളൂ. 51 വീടുകളുടെ കാര്യങ്ങളാണ് പൂർത്തിയാക്കാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തതൊക്കെ വളരെ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഏതായാലും ഇത് മുസ്ലിം ലീഗിന് മാത്രം കഴിയുന്ന, കേരളത്തിൽ നല്ല ഇന്ത്യയിൽ തന്നെ ഇത്രയും ഒരു രാഷ്ട്രീയ പാർട്ടി വളരെ ചുരുങ്ങിയ സമയത്ത് കൊണ്ട് വളരെ എഫക്റ്റീവായിട്ട് അവരുടെ മെക്കാനിസം, മെഷീനറി കൃത്യമായി ഇടപെട്ട് അവർ കൃത്യമായി നടത്തി. അപ്പോൾ ഇതിനെ തള്ളി പറയുന്ന ആൾക്കാരൊക്കെ ആലോചിക്കേണ്ടത്, നിങ്ങൾ മുടക്കാനല്ല ശ്രമിക്കേണ്ടത്, നടപ്പിലാക്കാനും അത് എങ്ങനെയെങ്കിലും എഫക്റ്റീവായിട്ട് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ശ്രമം നടത്തുക. അതുപോലെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വീഴ്ച ഉണ്ടായിക്കഴിഞ്ഞാൽ എണ്ണി പറഞ്ഞ് അവരെ കൊണ്ട് അടിയന്തരമായി നടത്തി പൂർത്തിയാക്കാൻ ശ്രമിക്കുക. അതൊക്കെയാണ് മാധ്യമങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ സർക്കാരിനെ ഇങ്ങനെ പുകയത്ത് അവരെങ്ങനെ കൊമ്പത്ത് വെച്ച് കൊണ്ടടക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ജനങ്ങൾക്ക് യാതൊരു മെസ്സേജും, ജനങ്ങൾക്ക് യാതൊരു ഉപകാരവും അതിൽ കൊടുക്കുന്നില്ല. അപ്പോൾ സർക്കാരിനോട് എന്തെങ്കിലും ചോദിച്ചാൽ നേരെ കോൺഗ്രസ് എടുത്ത ഫണ്ട് എവിടെയാണ്, കോൺഗ്രസ് വീട് വെച്ചതെന്ന് ചോദ്യം എന്ന മറുപടി അല്ല. നമ്മുടെ സർക്കാരിൻ്റെ പ്രൊജക്റ്റിനെ കുറിച്ച് മാത്രമാണ് ചോദിക്കുന്നത്. അല്ലാതെ കോൺഗ്രസ് പിരിച്ച പൈസ എവിടെയെന്നല്ല ചോദിക്കുന്നത്. അത് നിങ്ങൾക്ക് ചോദിക്കാം, ഡെഫിനറ്റ്ലി ചോദിക്കണം. അത് കോൺഗ്രസിന് അക്കൗണ്ടബിൾ ആക്കണം. അത് വേറെ തന്നെ വിഷയമാണ്. ഈ ഒരു വിഷയം ചോദിക്കുമ്പോൾ അതിനോട് ഇങ്ങനെ കൂട്ടിച്ചേർത്ത് മുങ്ങാൻ ശ്രമിക്കരുത്. ഡിവൈഎഫ്ഐ ഒക്കെ അവിടെ ഇവിടെയൊക്കെ ഇപ്പോൾ സർക്കാർ തന്നെ
പല പ്രൊജക്റ്റുകളൊക്കെ തട്ടിക്കൂട്ടി ഉപേക്ഷിച്ച ഒരുപാട് വീഡിയോസ് ഇപ്പോൾ അവൈലബിൾ ആണ്. നമ്മുടെ ലൈഫ് മിഷൻ്റെ ഒക്കെ ബന്ധപ്പെട്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു മാതൃകയാണ്. ഈ ഒരു ബെഞ്ച് മാർക്കിലൂടെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞ വാക്ക് തന്നെ അടുക്കാണ്, വീണ്ടും വീണ്ടും പറയാണ്, ഇതൊരു ബെഞ്ച് മാർക്ക് ആവണം. ദുരിതാശ്വാസ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ആളുകൾ അവരുടെ കഷ്ടപ്പാടിലും പ്രയാസത്തിലാവുമ്പോൾ അവർക്ക് ഒരു ആശ്വാസത്തിൻ്റെ എന്താ പറയുക, കരുണയുടെ സ്പർശം അതിലുണ്ടാവണം. എന്തോ ഒരു ഭംഗിയാണ് ആ വീടുകൾക്കൊക്കെ. എല്ലാ ഫർണിച്ചറുകളുണ്ട്, സൗകര്യങ്ങളുണ്ട്, എല്ലാവിധ എന്താ പറയുക, അതിന് വാക്കുകൾ കൊണ്ട് വിശേഷിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു എന്താ പറയുക, ഹൈ സല്യൂട്ട് തന്നെ നമ്മുടെ മുസ്ലിം ലീഗിന് ഈ കാര്യത്തിൽ കൊടുക്കുകയാണ്. അത് എല്ലാ പാർട്ടികൾക്കും എല്ലാ ആളുകൾക്കും ഇത് മാതൃകയാക്കാവുന്ന ഒരു പ്രൊജക്റ്റ് തന്നെയാണ്.